ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്നൊരു ചിക്കൻ കപ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു കപ്സ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോഴ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അത്യാവശ്യം ഒരു വലിയ പാൻ തന്നെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ അടുപ്പത്തേക്ക്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ സ്പൈസസ് ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഏലക്ക ചേർക്കുന്നുണ്ട്, 2-3 കഷ്ണം പട്ട, ഒരു 5-6 കഷ്ണം ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറുന്ന രീതിയിലൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതിയാവും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ദാണ്ട് അത്യാവശ്യം സവാള ഒന്ന് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടേ ഉള്ളേ. അപ്പം ഇതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഒരു 2-3 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പോളം ക്യാരറ്റാണ് ചേർക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇതൊന്നും ഒരുപാട് നേരം ഇട്ട് വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കിനും ഇനി ഇതിലേക്ക് ഒരു 2 കുഞ്ഞി തക്കാളി എടുത്തിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പ്യൂരി ആക്കിയതാണ് കേട്ടോ. തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവേ. ഞാൻ 2 ചെറുതായതുകൊണ്ട് 2 എടുത്തേ ഉള്ളൂ. അതും ആ തക്കാളിയുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.25 ടേബിൾ സ്പൂണോളം കപ്സ മസാല ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ദാണ്ട ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ കപ്സ മസാല വെച്ചിങ്ങനെ ഈ കപ്സ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ, ഇതുവരെയും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. ഇത് ഇനി ഈ മസാലയായിട്ട് നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. അത്യാവശ്യം വലിയ പീസ് ചിക്കനാണ് നമ്മളിത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇളക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനൊരു 4 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ് ഇനി ചോറ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ദാണ്ട 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാര്യം നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിനകത്ത് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. പിന്നീട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവുന്നവരെയും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അതുവരെയും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഞാനതാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ചിക്കൻ മാത്രം അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം.
അപ്പോൾ അതാണ്ട് ചിക്കൻ മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം നമുക്കൊന്ന് അളന്നെടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മൾ അരി ഇതിനകത്തിട്ട് വേവിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വേണമല്ലോ വെള്ളം വെക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അളന്നെടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന കണക്കിലാണ് കേട്ടോ വെള്ളം വെക്കേണ്ടത്. അപ്പം ഞാനിതിലെ വെള്ളമൊക്കെ ഒന്ന് അളന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം തിരിച്ചൊഴിച്ചു കൊടുക്കാം. ഇവിടെ എനിക്ക് കറക്റ്റ് പാകത്തിന് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചധികം വെള്ളം പച്ചവെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കുക. ഇനി അതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സെല്ലാ റൈസ് ഉണ്ടല്ലോ, മന്തി റൈസ്, അതാണ് ചേർക്കുന്നത്. അപ്പോഴേ ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. എന്നിട്ട് ഈ അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വേവിക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനൊക്കെ ഇതുപോലൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കപ്സ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കപ്സ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം ഉപ്പിന്റെ കുറവാന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ ചിക്കനകത്ത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ബലം കുറച്ച് മിക്സ് ആക്കിയാൽ മതി. ചിലപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വെന്തതായതുകൊണ്ടേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അതിനെ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോഴും ഇത് കപ്സ ഉണ്ടാക്കാൻ നിങ്ങൾ മണമുള്ള, അതായത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. മണമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചിക്കനൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് ആ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. അല്ലാണ്ട് അകമൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പം പുറം ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഈ ഭാഗം വരെയൊക്കെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ. ബിരിയാണി ഉണ്ടാക്കുന്ന കഷ്ടപ്പാടൊന്നുമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ 2 വട്ടമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഞാൻ അങ്ങോട്ട് പൊരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. അതും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ആ പുറം ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കപ്സ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇപ്പം അല്പം കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഓക്കെ ആവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ 2 മിനിറ്റും കൂടെ ഒന്ന് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാവേ. അപ്പോൾ നമ്മുടെ കപ്സ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അവന് ചൂടോടെ തന്നെ നമുക്ക് അങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ. അപ്പോഴേ ഇനിയും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.